ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സുപ്രധാന നീക്കങ്ങളാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. കോടതി ഇടക്കാല നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. സി എൻ പ്രകാശ് നമുക്കൊപ്പം ഉണ്ട്. സി എൻ പ്രകാശ്, ഈ വിഷയത്തിൽ നിലവിലുള്ള അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന കോടതി സ്വയം നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ടോ? ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തെ കൂടി പരാമർശിക്കുന്ന കണ്ടെത്തലുകൾ കോടതിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ? അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? സജിത്ത്, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജികൾ പരിശോധിച്ചത്. അത് സ്വമേധയാ സ്വീകരിച്ച ഹർജികളാണ് ഇന്ന് പരിശോധനയ്ക്ക് വിധേയമായത്. പ്രത്യേക അന്വേഷണ സംഘം ഡിവിഷൻ ബെഞ്ചിൽ രണ്ടാം ഇടക്കാല റിപ്പോർട്ട് ഇന്ന് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ക്രമരഹിതമാണ്, അതിലും ക്രമക്കേട് ഉണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. സ്വാഭാവികമായും സജിത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അതിലുണ്ട്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ക്രമരഹിതമാണ്, ക്രമക്കേടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡും പ്രതിസ്ഥാനത്തേക്ക് എത്തുകയാണ്. പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാൻ നന്ദൻ എന്നയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചു. സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയാണ് നന്ദൻ അളവെടുത്തത്. നട തുറന്നിരുന്ന സമയത്താണ് അളവെടുത്തതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പോറ്റി സംശയകരമായി പ്രവർത്തികൾ നടത്തി എന്നും നിരീക്ഷണമുണ്ട്. വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനെന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉയർന്നു. ദ്വാരപാലക ക്ഷേത്രങ്ങളുടെയും വാതിലിന്റെയും പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകി. ഇത് നിയമവിരുദ്ധമായ അനുമതിയാണ്. ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇതാണ് കോടതിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ. എന്തായാലും കോടതി ഈ വിഷയത്തെ ഗൗരവത്തിൽ വലിയ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് പൂർണ്ണ അനുമതി നൽകിയിരിക്കുന്നു അന്വേഷണ സംഘത്തിന് കോടതി എന്ന കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ നഷ്ടപ്പെട്ട സ്വർണം എത്ര കണ്ട് എന്നത് കണ്ടെത്തണം. ഇക്കാര്യങ്ങളൊക്കെ കോടതി പ്രധാനമായും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. ആഞ്ഞടിക്കുന്നു കോടതി. വലിയ നിരീക്ഷണങ്ങൾ നടത്തുകയാണ് കോടതി. ദേവസ്വം ബോർഡിനെതിരെ വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച വ്യക്തമെന്ന് കോടതി പറയുന്നു. ഒപ്പം തന്നെ പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്ന നിരീക്ഷണം കോടതി നടത്തുന്നു. പോറ്റി നടത്തിയ ഇടപാടുകൾക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തെന്നുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തുകയാണ്. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ, കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, അന്വേഷണ സംഘത്തിന് അഴിമതി കൂടി ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് അഴിമതി നിരോധന നിയമം ഈ ദേവസ്വം ബോർഡിനും അതുപോലെ അതിലെ ഉദ്യോഗസ്ഥർക്ക് അത് ബാധകമാണ്, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിട്ട് അത് ബാധകമാണോ എന്നുള്ള കാര്യം എൻക്വയറി ചെയ്ത ശേഷം അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ദേവസ്വം മാനുവലിന് എതിരാണ് ദേവസ്വം ബോർഡ് ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തികളെന്ന് തന്നെയാണ് കോടതി പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. അതും 2025 ജൂലൈ 28 വരെയുള്ള പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ വീഴ്ച എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 2025 ജൂലൈ 28 ശേഷമുള്ള മിനിറ്റ്സിൽ കൃത്യതയില്ല, അതുപോലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി ഈ നിർദ്ദേശത്തിൽ, അതായത് ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ പ്രത്യേകിച്ചും കൃത്യതയില്ലാത്ത കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മിനിറ്റ്സിൽ തന്നെ കൃത്യതയില്ല, പാളി കൊണ്ടുപോയത് രേഖയിലില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ദേവസ്വം മാനുവലിന് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി അറിയാതെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ, അത് പ്രത്യേകിച്ചും അതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാകട്ടെ, പുറത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുന്നാകട്ടെ, പുതുതായി എന്ത് കാര്യം ഉണ്ടായാൽ പോലും അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരവും അറിവോടും കൂടി വേണം കോടതി ഈ ദേവസ്വം ബോർഡ് ചെയ്യാൻ. അത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും കോടതി പറയുന്നത്. അതുമാത്രമല്ല, നന്ദൻ എന്ന് പറയുന്ന ആളെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചതാണ്. ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് നന്ദൻ എന്ന് പറയുന്ന ആളാണ്. അത് കീഴ്ശാന്തിമാരുടെ സഹായത്തോടു കൂടിയാണ് ഇളക്കി മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. അത് നട തുറന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ, അതായത് ആ ഒരു സമയത്ത് തന്നെയാണ് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് എന്നുള്ള കാര്യം കോടതി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും
എന്തായാലും ദേവസ്വം ബോർഡിനെതിരെ വലിയ വിമർശനമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ടത് 1 മിനിറ്റ്സ് ക്രമരഹിതം പാളിക്കൊണ്ടുപോയത് മിനിറ്റ്സിലില്ല. അതുപോലെ അഴിമതി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. ക്രമരഹിതമായ മിനിറ്റ്സാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രൊസീഡിങ്സ് ഒന്നും കൃത്യമായി ദേവസ്വം ബോർഡ് പാലിക്കുന്നില്ല. ദേവസ്വം മാനുവലിന് എതിരായുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോടതി ഇടക്കാല ഉത്തരവിൽ പരാമർശിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും അഴിമതി അന്വേഷിക്കണം. ഇതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അഴിമതി അന്വേഷിക്കുകയാണെങ്കിൽ തുടർന്ന് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിനുള്ള സാധ്യത കൂടി SITക്ക് അന്വേഷിക്കേണ്ടി വരും. എന്തായാലും SIT കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്, കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. ദേവസ്വം ബെഞ്ച് ഈ ഇടക്കാല ഉത്തരവ് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഓരോ തവണ കോടതിയിൽ സമർപ്പിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും വലിയ വിമർശനമായിരുന്നു കഴിഞ്ഞ തവണ ഈ ഇടക്കാല ഉത്തരവ് ആദ്യത്തെ തവണ പരിഗണിച്ചപ്പോഴുണ്ടായിരുന്നത്. അത് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല ഇത്തവണയെങ്കിലും ദേവസ്വം ബോർഡിനെതിരെ ആകമാനം കോടതി ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. 2ാം തവണ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ കോടതി ഡാൻ കുര്യൻ കൂടി നമുക്കുണ്ട്. ഡാൻ, ഇപ്പോൾ കൊടുത്തുന്ന കോടതി നിരീക്ഷണങ്ങൾ അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്ന സൂചന കൂടിയാണ്. രാഷ്ട്രീയപരമായി ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. അവിടെ ശബരിമല വീണ്ടും സർക്കാരിനെതിരെ വരുന്നു. ബോർഡിനെതിരെ നടത്തുന്ന പരാമർശങ്ങൾക്കെല്ലാം സർക്കാർ കൂടി ഉത്തരവാദിത്തം മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും, അതായത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ദേവസ്വം വിജിലൻസിന്റെ ആദ്യഘട്ട അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സമയത്ത് ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിന് മുമ്പത്തെ കാര്യം പറയാൻ ഞാൻ ആളല്ല, അത് എന്റെ ചുമതലയിൽപ്പെട്ട കാര്യമല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പ്രാഥമിക അന്വേഷണം നടന്നപ്പോൾ തന്നെ കൃത്യമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഈ വിവാദമുണ്ടായ 2019-2021 കാലഘട്ടത്തിനിടയിൽ നടന്നിരിക്കുന്നത് കൃത്യമായി സുതാര്യമല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആ ബോധ്യത്തിൽ നിന്നായിരിക്കണം PS പ്രശാന്ത് അത്തരമൊരു നിലപാടെടുത്തതെന്ന് വേണം പറയാൻ. ഇനി എടുത്തു പറയേണ്ട കാര്യം, ഈ പത്മകുമാറും N വാസുവും ഒക്കെ നേതൃത്വം നൽകിയ ഭരണസമിതിക്ക് അപ്പുറത്തേക്ക് ഈ PS പ്രശാന്ത് നയിക്കുന്ന നിലവിലെ ഭരണസമിതിയെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം മാറുകയോ അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കപ്പെടുകയോ ചെയ്താൽ അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കില്ല. കാരണം ഇപ്പോഴത്തെ ഭരണസമിതിക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹൈക്കോടതി കഴിഞ്ഞ തവണ നിരീക്ഷണം നടത്തി. അത് വലിയ തരത്തിൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ വാക്പോരുകൾ നടന്നു. അതിനിടയിലാണ് PS പ്രശാന്ത് കോടതിയെ സമീപിച്ച് ആ പരാമർശം നീക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ പിന്നീട് അതിലെ പ്രൊസീഡിംഗ്സ് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ഇന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ രാവിലെ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും ഒരു